ഞാൻ ചോദിച്ചത് നിങ്ങളിപ്പോൾ പറഞ്ഞ കോൺഗ്രസിന്റെ നേതൃത്വം ചർച്ച ചെയ്തു എന്ന് പറഞ്ഞല്ലോ. തെളിവുണ്ടെങ്കിൽ ഞാനിപ്പോൾ കാര്യമായിട്ടുള്ള മറുപടി പറയാതിന്, അല്ലാതെ നിങ്ങൾ പറയുന്ന കാര്യത്തിനനുസരിച്ച് മറുപടി പറയാൻ പറ്റില്ല. അല്ല, അവർക്കൊപ്പമുള്ളവർ പലതും പറയും. നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് നുണപ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ ഗവൺമെന്റിനെതിരായിട്ട് ഇത്ര വലിയ നുണപ്രചരണങ്ങളാണ് ഇപ്പോൾ വ്യാപകമായി നടക്കുന്നത്. അതിനെല്ലാം അല്ല, അതെ, അത് സ്ഥിരീകരിച്ചോട്ടെ. അത് വെച്ചിട്ട് ഞങ്ങൾക്കിപ്പോൾ മറുപടി പറയാൻ കഴിയുന്നതല്ല. ഈ പാർട്ടിയിൽ നിന്ന് പുകാത്ത ഒരാളെ നിങ്ങൾ പാർട്ടിയിൽ നിന്ന് പുകയാണെങ്കിൽ തിരിച്ചടിയാണോ ചോദിക്കണതിൽ ഒരു അർത്ഥമില്ലല്ലോ, ഉണ്ടോ? ഞാൻ പറയുന്നത് പാർട്ടിയിൽ നിന്ന് അദ്ദേഹം നിലവിൽ പോയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പോയിട്ടില്ലല്ലോ. അപ്പം നിലവിൽ പാർട്ടി മെമ്പറാണ്. അങ്ങനെയുള്ള ഒരാളെ കുറിച്ച് പാർട്ടിയിൽ നിന്ന് പോവുകയാണെങ്കിൽ തിരിച്ചടിയാവും തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ചോദ്യത്തിന് തന്നെ ഒരു പ്രസക്തിയില്ലാത്ത ചോദ്യമാണ്. ഞാൻ പറയട്ടെ, നിങ്ങൾ അദ്ദേഹം അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചതിന് ശേഷം ഇത് ചോദ്യം ചോദിക്കുക. അല്ലാത്ത ചോദ്യത്തിന് ഒരു അർത്ഥമില്ല. ഇപ്പോൾ ഈ ഒരു മാസം ഉള്ളൂ അദ്ദേഹത്തിന്റെ ഈ കാലാവധി കഴിയാന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് രാജി അതൊരു വാർത്തകൾ ഇടം പിടിക്കുക, അതൊക്കെ ഏതെങ്കിലും ദുരുദ്ദേശപരമായിട്ട് തോന്നുന്നു? അത് നിങ്ങൾ അയാളോടാണ് ചോദിക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്താണ്, ദുരുദ്ദേശമാണോ നല്ല ഉദ്ദേശമാണോ എന്നുള്ളതെല്ലാം അദ്ദേഹം ഇപ്പോൾ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം എന്നോട് ചർച്ച ചെയ്തിട്ടുണ്ട് എന്ന് വെക്കുക. എനിക്ക് കൃത്യമായിട്ട് ക്ലാരിഫിക്കേഷൻ തരാമായിരുന്നു. അല്ലാത്തൊരു കാര്യത്തിൽ എങ്ങനെയാണ് അദ്ദേഹം ചിന്തിക്കുന്നതിനനുസരിച്ച് ഞാൻ മറുപടി പറയുക? ഞാനിപ്പോഴും പറഞ്ഞല്ലോ, അദ്ദേഹം ഇപ്പോഴും പാർട്ടി വിടുമെന്ന് ഞാൻ കരുതുന്നില്ല. ചെയർമാൻ സ്ഥാനം രാജിവെച്ചതിൽ പ്രതികരണം ആരായുകയായിരുന്നു EN സുരേഷ് ബാബുവിനോട്. പാർട്ടിയിൽ നിന്നും രാജിവെക്കാത്ത ഒരാളെ കുറിച്ച് എന്തു പറയാൻ എന്നാണ് അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നത്. ഇനി